ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് പ്രണയനഷ്ടം. പ്രണയനൈരാശ്യമായിട്ട് വരുന്നവരെ ആശ്വസിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. ഒരു മീനെടുത്ത് കരയിലിട്ട അവസ്ഥയാണ്, ലിറ്ററലി ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ്. അവർ കുറേ കരയും, ചോദ്യങ്ങൾ ചോദിക്കും, തകർന്നു പോകും. ആൻഡ് ഇറ്റ് വിൽ ഹേർട്ട് ലൈക്ക് എ ഹെൽ. അങ്ങനൊരു വേദന വരുമ്പോൾ ആ പെയിൻ ഒരു പണിഷ്മെൻ്റ് അല്ല. ഇപ്പം നമ്മുടെ ശരീരത്തിലൊരു വെടിയുണ്ട തുളച്ച് കയറിയാൽ ആ വെടിയുണ്ട എടുത്ത് മാറ്റേണ്ടത്, എടുത്ത് മാറ്റുമ്പോൾ കഠിനമായ വേദനയാണ്. പക്ഷെ അത് എടുത്ത് മാറ്റിയാൽ മാത്രമാണ് ഹീലിംഗ് നടക്കും. ഇപ്പോൾ വേദനകൾ ഉണ്ടാവുന്നത് ഹീലിങ്ങിന് വേണ്ടിയാണ്. ഇപ്പം നമുക്ക് എന്തുമാത്രം വേദനിച്ചു എന്നുള്ളതല്ല, അതിനുശേഷം നമ്മൾ എന്തുമാത്രം ഓപ്പണായി. നമ്മൾ പ്രണയിക്കുന്ന ആൾ നമ്മൾ ഇട്ടേച്ച് പോകുമ്പോൾ, നമ്മൾ ഹേർട്ട് ചെയ്യുമ്പോൾ പ്രകൃതി നമ്മളിൽ നിന്ന് അയാളെ തട്ടിപ്പറിച്ചെടുക്കുകയല്ല, പകരം പ്രകൃതി നമുക്ക് കുറേയും കൂടി സ്പേസ് തരാണ്. നമ്മൾ ഉറങ്ങാതിരുന്ന രാത്രികൾ അത് നമ്മൾ മാറ്റുകയാണ്. നമ്മൾ ഒഴുക്കിയ കണ്ണീരൊക്കെ നമ്മുടെ വളർച്ചയെ നനയ്ക്കുകയാണ്. പുതിയ അവസരങ്ങൾ വാതിലൊന്ന് മുട്ടാണ്. ഒരാൾ യാത്ര പറഞ്ഞു പോയതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നതാണ് നല്ലത്. എന്ത് ഗോസ്പൽ ഈശോ പറയണത് എന്താ? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടുള്ളൂ. ഈ ലോകത്ത് നമ്മളെല്ലാവരും ഇത്രമേൽ പ്രണയിക്കുന്ന വേറെ ആരുമില്ല, ഈശോയാണ്. ആ ഈശോയാണ് പറയുന്നത് ഞാൻ പോകുന്നതെന്നല്ലേ. കാരണം നിങ്ങൾക്ക് സഹായകൻ്റെ ആവശ്യമുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ ചില നഷ്ടങ്ങളുണ്ടാകുമ്പോഴേ അത് എൻ്റെ പ്രാണം പോലെ പ്രിയപ്പെട്ടതായിരിക്കാം, പക്ഷെ അതോടെ ജീവിതം തീരുന്നില്ല. അപ്പം അനുഭവിക്കുന്ന വേദന ഒരു പണിഷ്മെൻറ്റും അല്ല, അത് ഹീലിംഗ് ആണ്. കുറേയും കൂടി സ്പേസ് ഇങ്ങനെ ലോകം നമുക്ക് സമ്മാനിക്കുകയാണ്.